അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്ര എന്ന് പറയുന്ന ഒരു ചിത്രകഥയാണ്. എന്താണ് ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ? മഴവില്ല് അല്ലേ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഉത്തർന ഇറങ്ങുക. അപ്പോൾ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്ര എന്ന് പറഞ്ഞാൽ മഴവില്ല് മണ്ണിൽ ഇറങ്ങി എന്നാണ്. നീല ആകാശത്തിലെ അങ്ങ് വളരെ ഉയരത്തിൽ സപ്തം എന്നു പേരായ ഒരു മഴവില്ല് ഉണ്ടായിരുന്നു. ആകാശത്ത് വസിച്ച് സപ്തമിന് ആകെ മുഷിച്ചിൽ അനുഭവപ്പെട്ടു, ബോറടിച്ചു. അങ്ങനെ ഭൂമിയിലെ മരങ്ങളും ചെടികളും നദികളും മലകളും പഴങ്ങളും പൂക്കളുമൊക്കെ കണ്ട് ആസ്വദിക്കാനായി ആകാശത്ത് നിന്നും ഓടി ഭൂമിയിലെത്തി. പിന്നീട് സപ്തമിന് എന്ത് സംഭവിച്ചു? നമുക്ക് ചിത്രകഥ വായിച്ചു നോക്കാം അല്ലേ. ആകാശ് മേ രഹത്തെ രഹത്തെ മേ ഊബ് ഗയാ ഹൂ. രഹന എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കുക. ഊബ്ന മടുക്കുക. അപ്പോൾ ആകാശത്ത് താമസിച്ച് എനിക്ക് വളരെയധികം മുഷിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ആകാശത്ത് താമസിച്ച് ഞാൻ മുഷിഞ്ഞു. ക്യോ ന ധർത്തി പർ ഹി ചലാ ജാഊം. എന്തുകൊണ്ട് ഭൂമിയിലേക്ക് പോയിക്കൂടാ എന്ന് ചിന്തിക്കാണ്. ആര്? നമ്മുടെ ഇന്ദ്രധനുഷ് അല്ലേ, മഴവില്ല്. സപ്തം ഏക് സുന്ദർ സി ഘാട്ടി മേ ഉതർ ആയാ. ഘാട്ടി എന്ന് പറഞ്ഞാൽ താഴ്വര. അപ്പോൾ സപ്തം സുന്ദരമായ ഒരു താഴ്വരയിലെത്തി. ദിൻ ഭർ വോ ഘാട്ടി മേ ഘൂംതാ രഹാ. ഘൂംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. അപ്പോൾ പകൽ മുഴുവൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. അന്ധേര ഹോനെ പർ. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. വോ ഏക് ഘനെ പേട് കെ പാസ് പഹുഞ്ച. ഇരുട്ടായപ്പോഴേക്കും ഒരു വലിയ മരത്തിൻ്റെ അടുത്തെത്തി. പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. എന്നിട്ട് ചോദിക്കുകയാണ്, സപ്തം എന്നാണ് ഇന്ദ്രധനുഷിൻ്റെ പേര് അല്ലേ. അപ്പോൾ ചോദിക്കുകയാണ്, മരത്തിനോട് ചോദിക്കുകയാണ്, ക്യാ മേ തുമാരി ടഹനിയോ പർ ആരാം കർ സക്താ ഹൂം. ടഹനിയ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പ് എന്ന് പറയില്ലേ, കൊമ്പ് അല്ലെങ്കിൽ നമ്മൾ ചില്ല എന്ന് പറയില്ലേ. ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ ഈ മരക്കൊമ്പിൽ വിശ്രമിച്ചോട്ടെ എന്ന് സപ്തം എന്ന് പറയുന്ന ഇന്ദ്രധനുഷ് മരത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മരം എന്താണ് മറുപടി പറയുന്നത്? തും മേരി ടഹനിയോ പർ നഹി രഹ സക്തേ. സക്ന എന്ന് പറഞ്ഞാൽ കഴിയുക, സാധിക്കുക. അപ്പോൾ നഹി രഹി സക്തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മരക്കൊമ്പിൽ താമസിക്കാൻ പറ്റില്ല. ये तुम्हारे लिए സഹി ജഗഹ് നഹി. ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം അല്ലേ, സഹി എന്ന് പറഞ്ഞാൽ ശരിയായ. അപ്പോൾ സഹി ജഗഹ് നഹി, ശരിയായ സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഈ മരക്കൊമ്പിൽ താമസിക്കാൻ പറ്റില്ല, ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്നാര് പറഞ്ഞു? പേട് അല്ലേ, മരം മഴവില്ലിനോട് പറഞ്ഞു. ദഖഹാര സപ്തം ആഘെ ബഡ. ദഖന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, ഹാർന പരാജയപ്പെടുക. അപ്പോൾ ദഖഹാര സപ്തം ആഘെ ബഡ. ആഘെ ബഡന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. അപ്പോൾ ക്ഷീണിച്ച് അവശനായ സപ്തം മുമ്പോട്ട് നടന്നു. വോ ഏക് നിർജർ കെ പാസ് പഹുഞ്ച. നിർജർ എന്ന് പറഞ്ഞാൽ അരുവി. അങ്ങനെ ക്ഷീണിച്ച് അവശനായ സപ്തം മുമ്പോട്ട് നടന്ന് ഒരു അരുവിയുടെ അടുത്ത് എത്തിച്ചേരാണ്. എന്നിട്ട് അരുവിയോട് ചോദിക്കുകയാണ്, ആജ് കി രാത് മേ തുമാരെ പാനി മേ സോ ജാഊം. എന്താ ചോദിക്കുന്നത്? ആജ് കി രാത്ത്. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, രാത്ത് രാത്രി. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ഈ വെള്ളത്തിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് അരുവി എന്ത് പറഞ്ഞു? മാഫ് കരോ ഭായി. മാഫ് കർണ ക്ഷമിക്കുക അല്ലേ, ക്ഷമിക്കണം സഹോദര. കിസി ഝർനെ കെ പാനി മേ ഇന്ദ്രധനുഷ് കൈസേ രഹ സക്താ ഹേ. എന്താ പറഞ്ഞേ?
ഒരരുവിയിലെ വെള്ളത്തിൽ മഴവില്ലിന് എങ്ങനെ കഴിയാനാകും എന്ന് അരുവി ചോദിച്ചു. അങ്ങനെ സപ്തം ഏക് ലഡ്കെ കെ പാസ് ഗയ. അങ്ങനെ സപ്തം എന്ത് ചെയ്തു? ഒരു ആൺകുട്ടിയുടെ അടുത്ത് എത്തി. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ക്യാ മേ തുമാരെ ഘർ മേ ആരാം കർ സക്താ ഹൂ? എന്താ ചോദിക്കുന്നേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിശ്രമിച്ചോട്ടെ? അപ്പൊ കുട്ടി എന്താ മറുപടി പറയുന്നത്? ക്യോ നഹി, എന്തുകൊണ്ട് പറ്റില്ല? കുട്ടി അവിടെ അനുവാദം കൊടുക്കുകയാണ് അല്ലേ. തും ജറൂർ, ജറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, യഹാം ആരാം കർ സക്തേ ഹോ, നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വിശ്രമിക്കാം. അബ് തോ മേര അപ്ന ഇന്ദ്രധനുഷ് ഹോഗ, അപ്പോൾ എനിക്ക് സ്വന്തമായി ഒരു മഴവില്ല് ആകും എന്ന് കുട്ടി സന്തോഷത്തോടു കൂടി പറയുകയാണ്. झोपड़ी के अंधकार में सप्तम के सुंदर रंग दिखाई नहीं दे रहे थे. झोपड़ी എന്ന് പറഞ്ഞാൽ കുടില്, അന്ധകാർ ഇരുട്ട്, സപ്തം കെ സുന്ദർ രംഗ് സപ്തമിൻ്റെ മനോഹരമായ നിറം, ദിഖായി നഹി ദേ രഹേ ദേ അപ്പോൾ കുടിലിനുള്ളിലെ ഇരുട്ടിൽ സപ്തമിൻ്റെ സുന്ദരമായ നിറം കാണാൻ പറ്റിയിരുന്നില്ല. വോ ഉദാസ് ഹോ ഗയ, അതുകൊണ്ട് അവൻ ദുഃഖിതനായി. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, തും അപ്നെ ആകാശ് സേ ഭാഗ് ക്യോം ആയേ? ഭാഗന എന്ന് പറഞ്ഞാൽ പിന്നെ പായുക, ഓടുക എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ആകാശത്തു നിന്നും ഇങ്ങോട്ട് ഓടിപ്പോന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സപ്തം എന്താണ് മറുപടി പറയുന്നത്? യഹാം കെ പേട് പൗധേ നദിയാം പഹാഡ് और फल फूल आकाश से कितने सुंदर दिखाई देते हैं. എന്താ മറുപടി പറയുന്നത്? ഞാൻ ആകാശത്തിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ മരങ്ങളും, പേട് പൗധേ, പേട് എന്ന് പറഞ്ഞാൽ മരം, പൗധ ചെടികൾ അല്ലേ, നദിയാം നദികൾ, പഹാഡ് മലകൾ, ഫൽ പഴങ്ങൾ, ഫൂൽ പൂക്കൾ. അപ്പോൾ ഇതൊക്കെ മരങ്ങളും ചെടികളും നദികളും മലകളും പഴങ്ങളും പൂക്കളൊക്കെ ആകാശത്ത് നിന്നും നോക്കിയാൽ എത്ര മനോഹരമാണ് എന്ന് അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അല്ലേ. അഗലി സുബഹ്, അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ മഴവില്ല് കുട്ടിയോട് പറയാണ്, അപ്നെ ഘർ മേ മുझे रहने दिया, നിങ്ങളുടെ വീട്ടിൽ എന്നെ താമസിക്കാൻ അനുവദിച്ചു. ബഹുത് ശുക്രിയ, വളരെയധികം നന്ദിയുണ്ട്. അബ് മുझे വാപ്പസ് ജാനാ ഹെ, ഇനി എനിക്ക് മടങ്ങിപ്പോകണം ഇപ്പോൾ. ലഡ്കേനെ ഉസേ വിധാതി, വിധാദേന എന്ന് പറഞ്ഞാൽ യാത്രയാക്കുക. ആൺകുട്ടി സപ്തമിനെ യാത്രയാക്കി. വർഷ കി ഭൂന്തേം, വർഷ എന്ന് പറഞ്ഞാൽ മഴ അല്ലേ, ഭൂന്തേം തുള്ളികൾ, ബരസ്ന പെയ്യുക. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പൂർവമേ സൂര്യക്ക് കിരണേം ഝലക്കിനെ ലഗി, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക്, സൂര്യക്ക് കിരണേം സൂര്യകിരണങ്ങൾ, ഝലക്കിനെ ലഗി തിളങ്ങാൻ തുടങ്ങി. സാത്ത് രംഗോ വാല, 7 നിറമുള്ള ഇന്ദ്രധനുഷ് മഴവില്ല്, ചമക്കിനെ ലഗ തിളങ്ങാൻ തുടങ്ങി. സപ്തം ഫിർ സേ അപ്ന ഘർ പഹുഞ്ച് ഗയാ താ, സപ്തം വീണ്ടും സ്വന്തം വീട്ടിൽ എത്തി അല്ലേ. അപ്പോൾ ആൺകുട്ടി സപ്തമിനെ യാത്രയാക്കി, മഴ പെയ്യാൻ തുടങ്ങി, കിഴക്ക് സൂര്യകിരണങ്ങൾ തിളങ്ങി, 7 നിറമുള്ള മഴവില്ല് തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ സപ്തം വീണ്ടും സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നു അല്ലേ.